ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാ കുഞ്ഞുമക്കൾക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ടെൻഡർ ഷൂട്ട്സ് എന്ന യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന് പറയപ്പെടുന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. റബേക്ക ദ ചേഞ്ച് മേക്കർ. നമുക്ക് ആദ്യം തന്നെ അതിന് മുകളിൽ എഴുതിയേക്കുന്ന ഒന്ന് വായിക്കാം. വി ഹാവ് സീ ദാറ്റ് എക്സസ് ഓഫ് വാട്ടർ ക്യാൻ റിസൾട്ട് ഇൻ എ കലാമിറ്റി. കലാമിറ്റി എന്ന് വെച്ചാൽ ദുരന്തങ്ങൾ എന്ന് വെച്ചാൽ പ്രളയം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വി ഹാവ് സീൻ ദാറ്റ് എക്സസ് ഓഫ് വാട്ടർ ക്യാൻ റിസൾട്ട് ഇൻ എ കലാമിറ്റി. നമുക്ക് കാണാൻ കഴിയും ധാരാളം വെള്ളം നമുക്ക് എന്തിലേക്ക് നയിക്കും? പ്രളയം പോലുള്ള ദുരന്തങ്ങളിലേക്ക് നയിക്കും. അതേപോലെ എന്താണ്? സ്കാർസിറ്റി ഓഫ് വാട്ടർ ക്യാൻ ആൾസോ ബി പ്രോബ്ലം. നൗ ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. അപ്പോൾ സ്കാർസിറ്റി എന്ന് വെച്ചാൽ എന്താ? ജലക്ഷാമം നമുക്ക് വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പം വെള്ളം ധാരാളം നമുക്ക് വന്നാലും ദോഷമാണ്, വെള്ളം തീരെ ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നങ്ങളാണ്. വെള്ളം ധാരാളമായിട്ട് വന്നാൽ നമുക്കൊക്കെ അറിയാം, നമ്മളിപ്പോൾ കുറേ പ്രളയവും അതും ഇതുമൊക്കെ നമ്മൾ കണ്ടവരാണ്. അപ്പോൾ പ്രളയം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അതാണ് കലാമിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്കേഴ്സിറ്റി എന്ന് വെച്ചാൽ ജലക്ഷാമം. വെള്ളം തീരെ ഇല്ലാതെ വന്നാലും ജലക്ഷാമം എന്ന് പറയുന്ന ബുദ്ധിമുട്ടും നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കഥയിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഈ കഥ എന്താണ്, എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നൊക്കെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. റബേക്ക ദ ചേഞ്ച് മേക്കർ. ഇൻ ദ ലാൻഡ് ഓഫ് ദ മസായി ഇൻ സൗത്ത് വെസ്റ്റ് കെനിയ there was a girl named റബേക്ക. സൗത്ത് വെസ്റ്റ് കെനിയയിലെ മസായി എന്ന സ്ഥലത്ത് റബേക്ക എന്നൊരു പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഹെർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോട്ട് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിങ് ദ ലാൻഡ് ഓഫ് ഫുഡ്. നോക്കി, അവളുടെ ഫാമിലി എന്തിനെയായിരുന്നു? കൃഷിയും കന്നുകാലികളും ഷീപ്പ്, ഗോട്ട് തുടങ്ങിയവയൊക്കെ വളർത്തി കൃഷിയൊക്കെ ചെയ്തായിരുന്നു അവരുടെ ജീവിതം നയിച്ചിരുന്നത്. ആഫ്റ്റർ ദ സ്കൂൾ ടൈം റബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. റബേക്കായും സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് അവളും ഈ കന്നുകാലികളെയൊക്കെ നോക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നു. ആഫ്റ്റർ ദ സ്കൂൾ ടൈം റബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി. അവളുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യും സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. എന്നിട്ട് അവരുടെ വീട്ടിലെ ഫാമിലി ആനിമൽസിനെയൊക്കെ ഇങ്ങനെ നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നടക്കും. അപ്പം നോക്കി, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡിഡ് റബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? റബേക്കയുടെ ഫാമിലി ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് അതിൻ്റെ ആൻസർ? റബേക്കാസ് ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോട്ട്സ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിങ് ദ ലാൻഡ് ഫോർ ഫുഡ്. ഇല്ലയോ? അപ്പം ഇതൊക്കെയായിരുന്നു എന്ന് നമ്മൾ ആദ്യം വായിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കന്നുകാലികളെയും ആടിനെയും ചെമ്മരിയാടിനെയും കൃഷിയൊക്കെ ചെയ്തായിരുന്നു അവരുടെ ജീവിതം റബേക്കയുടെ ഫാമിലി നയിച്ചിരുന്നത്. ഇല്ലേ? On a very hot day, Rebecca found her mother crying. Our crops have been bad this year, she said. Now our goats and sheep might die. നോക്കിക്കേ, ഓൺ എ വെരി ഹോട്ട് ഡേ, ഒരു വളരെ ചൂടുള്ള ഒരു ദിവസം, റബേക്ക ഫൗണ്ട് ഹെർ മദർ ക്രൈയിങ്. അവളുടെ അമ്മയുടെ ഒച്ചത്തിലുള്ള
എന്താണ് കരച്ചിൽ, അല്ലെ ഒച്ചത്തിൽ ഇങ്ങനെ വിഷമിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ, വിഷമമുള്ള കാര്യങ്ങൾ നമ്മൾ ഉറക്കെ പറയത്തില്ലേ, അതിനെയും നമുക്കവിടെ സൂചിപ്പിക്കാം. ഉറക്കെ എന്തായാലും അങ്ങനെ വിഷമിച്ച് പറയുന്നത് കേട്ടു. എന്താണ്? അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ. നമ്മുടെ കൃഷിയെല്ലാം, നമ്മുടെ വിളവെല്ലാം ഈ പ്രാവശ്യം വളരെ എന്താണ്, ഈ വർഷം വളരെ ബാഡാണ്, കുറവാണ്. ഷീ സെഡ്, അവളുടെ റബേക്കയുടെ അമ്മ പറയുന്നു. നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. അപ്പം നമ്മുടെ ആടും ചെമ്മരിയാടുകളും ഒക്കെ എന്താണ്, മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ്? കൃഷിയില്ലാതെ വരുമ്പോൾ അവയ്ക്കൊന്നും കഴിക്കാൻ ഫുഡൊന്നും ഇല്ലാതാകും ഇല്ലയോ, അതുകൊണ്ടാണ് കന്നുകാലികളൊക്കെ മരിച്ചു പോകുമെന്ന് അവിടെ അമ്മ ഇങ്ങനെ വിഷമിച്ച് പറഞ്ഞത്. ലേറ്റർ അറ്റ് സ്കൂൾ റബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ വൈ ദെയർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. അത് കഴിഞ്ഞ് അവൾ അവിടെ സ്കൂളിൽ ചെന്ന് അവിടെ ടീച്ചറിനോട് ചോദിച്ചു, വൈ ദെയർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. എന്തുകൊണ്ടാണ് ഈ വർഷം ഇത്രയും കുറവ് മഴ നമുക്ക് ലഭിച്ചത് എന്താണെന്ന് ടീച്ചറിനോട് അവൾ അവിടെ സംശയം ചോദിച്ചു. വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ. അപ്പോൾ ടീച്ചർ എന്താണ് പറയുന്നത്? നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് നാളുകളും ഇങ്ങനെ മഴ കുറവ് ലഭിച്ചിട്ടുണ്ട്. സെഡ് ഹെർ ടീച്ചർ, അവളുടെ ടീച്ചർ അവൾക്ക് അതിന് മറുപടി കൊടുത്തു. വെൻ വി ഹാവ് നോ റെയിൻ പ്ലാന്റ്സ് കനോട്ട് ഗ്രോ. നമുക്കിങ്ങനെ മഴ കിട്ടാതെ ഇരുന്നാൽ എന്ത് പറ്റും? പ്ലാന്റ്സ് കനോട്ട് ഗ്രോ. ചെടികൾക്കൊന്നും സസ്യങ്ങൾക്കൊന്നും എന്താണ്, വളരാൻ സാധിക്കത്തില്ല. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക് അവർ അനിമൽസ് വിൽ ഡൈ. നമുക്ക് ഇങ്ങനെ നമ്മുടെ വിളവൊന്നും ഇല്ലാതെ വന്ന്, നമുക്ക് കുടിക്കാൻ വെള്ളമൊന്നും ഇല്ലാതെ വന്നാൽ നമ്മുടെ ആനിമൽസ് എല്ലാം മരിച്ചു പോകും. എന്താണ്? ഇഫ് ദർ ആർ നോ ക്രോപ്സ്, നമുക്ക് എന്താണ്, നമുക്ക് വിളവൊക്കെ ഇല്ലാതെ വന്നാൽ, ഫോർ ഫുഡ്, നമ്മുടെ ആഹാരത്തിന് വേണ്ട വിളവ് ഒന്നും കിട്ടാതെ വന്നാൽ, നോ വാട്ടർ ടു ഡ്രിങ്ക്, നമുക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ വന്നാൽ, അവർ ആനിമൽസ് വിൽ ഡൈ, നമ്മുടെ ആനിമൽസ് എല്ലാം മരിച്ചു പോകും. എവരി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ് ഫോർ എ മൊമെൻറ്റ്. ഇത് കേട്ടപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം കുറച്ച് നേരത്തേക്ക് എന്താണ്, ക്വയറ്റായിപ്പോയി, മിണ്ടാതെ നിശ്ചലമായിപ്പോയി. ആ ക്ലാസ് റൂം സൈലൻ്റ് ആയിപ്പോയി. ദേ വെയർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്, ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി. കുട്ടികളെല്ലാം എന്താണ്, അവരുടെ കുടുംബത്തെ ഓർത്തും അവരുടെ ആനിമൽസിനെ ഓർത്തും അവരുടെ കമ്മ്യൂണിറ്റിയെ ഓർത്തും അവർ ഒക്കെ എന്താണ്, വിഷമിക്കാൻ തുടങ്ങി, വറിയാക്കാൻ തുടങ്ങി. അറ്റ് ദ സ്കൂൾ ലൈബ്രറി റബേക്ക സെർച്ച്ഡ് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ റെയിൻ. അപ്പോൾ നോക്കിക്കേ, അന്ന് കാലത്ത് ഈ ഫോണും ഇതുപോലെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇല്ലയോ, ഗൂഗിള് ഒന്നുമില്ല. അവൾ എന്ത് ചെയ്തു? അവളുടെ ലൈബ്രറിയിലേക്ക് പോയിട്ട് എന്നിട്ട് എന്താണ്, അവൾ സെർച്ച് ചെയ്തു. എന്തിനെ പറ്റിയാണ്? മഴയെപ്പറ്റി അവൾ കുറേ കാര്യങ്ങളൊക്കെ പല ബുക്സിൽ നിന്ന് അവൾ സെർച്ച് ചെയ്തു. വാട്ട് ഷീ ലേൺ അലാംഡ് ഹർ. ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദെയർ ഈസ് ലെസ് റെയിൻ. അവൾ എന്താണ്, അതൊക്കെ വായിച്ചപ്പോഴത്തേക്ക് അവൾക്ക് എന്താണ്, അലാംഡ്, വളരെ ടെൻഷനായി, വളരെ എന്താണ്, പേടി തോന്നി. ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. എന്താണ്, ഈ ലോകം മുഴുവൻ എന്താണ്, ചൂടാകാൻ പോവുകയാണ്. ആൻഡ് ദെയർ ഈസ് ലെസ് റെയിൻ, കുറച്ച് മഴ മാത്രം ലഭിക്കത്തുള്ളൂ. ഷീ ലേൺഡ് എ ന്യൂ ടേം. അവളൊരു പുതിയ പദം അവൾ പഠിച്ചു. എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന ഒരു പുതിയ ടേം തന്നെ അവൾ അതിലൂടെ പഠിച്ചു. എന്തിലൂടെ? അവൾ ലൈബ്രറി കയറി പുസ്തകങ്ങളൊക്കെ സെർച്ച് ചെയ്ത്, മഴയെപ്പറ്റി സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി അവൾ പഠിച്ചപ്പോഴത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചപ്പോഴത്തേക്കാണ് അവൾക്ക് ഇങ്ങനെ ഒരു എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പുതിയൊരു ടേം പോലും അവൾ പഠിച്ചത്. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന? കാലാവസ്ഥ വ്യതിയാനം. നമ്മുടെ ഇപ്പം മഴ ലഭിക്കുന്ന സമയത്ത് മഴയുടെ നമുക്കിപ്പോൾ കേരളത്തിനൊരു കാലാവസ്ഥയുണ്ടല്ലോ, ജൂൺ ജൂലൈ മാസത്തിൽ മഴ ലഭിക്കണം, മാർച്ച് നമുക്ക് വേനലാണ്, അങ്ങനെയൊക്കെ നമുക്കൊരു കാലാവസ്ഥയുണ്ട്. പക്ഷേ നമുക്ക് ജൂണിൽ മഴ ലഭിക്കാതെ വേനലായി പോയാലോ, മാർച്ചിൽ വേനൽ വരേണ്ട സമയത്ത് നമുക്ക് മഴ വന്നാലോ, അങ്ങനെ കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നതിനാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, കാർസ്
ബസ് ആൻഡ് എയ്റോപ്ലെയിൻ ആർ പൊല്യൂട്ടിങ് ദ എയർ. നോക്കിക്കേ, കാറും ബസ്സും എയ്റോപ്ലെയിനും ഒക്കെ എന്താണ് നമ്മുടെ വായുവിനെ എന്താണ് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ് ടു മേക്ക് എ ബിൽഡിംഗ്. ഇല്ലേ, നമ്മൾ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് എന്താണ് കെട്ടിടങ്ങളെല്ലാം പണിയുന്നു. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. നോക്കിയേ, വേസ്റ്റുകളൊക്കെ എന്താണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, തോട്ട്ലെസ്ലി ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എന്താണ് അവിടെ ഇവിടെ എല്ലാം എന്താണ് വലിച്ചു വാരിയിട്ടേക്കുന്ന. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഈ പറയപ്പെട്ട ഈ ആക്ടിവിറ്റീസ് എല്ലാം മനുഷ്യനാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്, ഇല്ലയോ? മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് ആ സ്ഥാനത്ത് എന്താണ് കെട്ടിടങ്ങൾ പണിഞ്ഞു വെക്കുന്നു. കാറ്, ബസ്, എയ്റോപ്ലെയിൻ തുടങ്ങിയ വാഹനങ്ങളിൽ എല്ലാം എന്താണ് നമ്മുടെ വായുവിനെ മലിനപ്പെടുത്തുന്നു. പിന്നെന്താണ് വേസ്റ്റുകൾ അവിടെ ഇവിടെ എല്ലാം വലിച്ചെറിയുന്നു. ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യരാണ് ചെയ്യുന്നത്, ഇല്ലയോ? ഇതെല്ലാം എന്താണ് നമ്മുടെ പ്രകൃതിക്ക് എന്താണ് ദോഷകരമായി ബാധിക്കുന്നു. റബേക്ക ഫെൽറ്റ് സാഡ്. അവൾക്ക് എന്താണ് വിഷമമായി. വാട്ട് ക്യാൻ ഐ ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ് ഷീ വോണ്ടഡ്. അവൾ ചിന്തിച്ചു. വാട്ട് ക്യാൻ ഐ, ഞാൻ എന്ത് ചെയ്യും? ജസ്റ്റ് എ ലിറ്റിൽ ഗേളായ ഞാൻ, ഒരു ചെറിയ ഗേളായ ഞാൻ ഈ ലോകത്തിനെ മുഴുവൻ എങ്ങനെ സഹായിക്കും? ലോകം മുഴുവൻ എന്താണ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, മഴ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ ഇങ്ങനെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾ തന്നെ ഭയങ്കരമായിട്ടും അവൾ അതൊക്കെ ആലോചിച്ചിട്ട് ചിന്തിക്കുകയാണ്, ഇത്രയും വലിയ ഈ ലോകത്തെ ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഞാൻ ഒരു കൊച്ചു പെൺകുട്ടിയായ ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ ആശ്ചര്യപ്പെടുക അല്ലെങ്കിൽ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. ഇനി അവിടെ നോക്കിയേ, താഴെ 2 ക്വസ്റ്റ്യനും ഉണ്ട്. വൈ വാസ് റബേക്കാസ് മദേഴ്സ് സാഡ്? എന്തുകൊണ്ടാണ് റബേക്കയുടെ മദർ വിഷമിച്ചത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദെയർ ക്രോപ്സ് വാസ് ബാഡ് ദാറ്റ് ഇയർ, ഇല്ലയോ? സോ ദെയർ ഗോഡ്സ് ആൻഡ് ഷീപ്സ് മൈറ്റ് ഡൈ, ഇല്ലയോ? ആ വർഷം അവരുടെ വിളവൊക്കെ കുറവാണ്. അതുകൊണ്ട് അവർ വലുതായിട്ട് വിഷമിച്ചു. അവരുടെ കന്നുകാലികൾക്കൊക്കെ ആഹാരമില്ലാതായി പോയി, അവരൊക്കെ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ വിഷമിച്ചത്. ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് നൗ ഇൻഫോർമേഷൻ ഡിഡ് റബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി? എന്ത് ഇൻഫർമേഷൻസ് ഒക്കെയാണ് അവൾക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയതെന്ന്. ഷീ ലേൺ എ ന്യൂ ടേം, ഇല്ലേ? അവളൊരു പുതിയ ടേം പഠിച്ചു. എന്തായിരുന്നു അത്? ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെന്തൊക്കെയാണ് അവൾ ലൈബ്രറിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത്? കാർ, ബസ് ആൻഡ് എയ്റോപ്ലെയിൻ ആർ പൊല്യൂട്ടഡ് ദ എയർ, ഇല്ലയോ? ട്രീസ് ആർ ബീയിങ് കട്ട് down and used to make a building. Huge piles of trash are thoughtlessly buried in the ground. All these activities are harming nature. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവയൊക്കെയാണ് അവൾക്ക് അവിടെ നിന്ന് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. Rebecca decided to talk to her teacher about what she had learned. അവൾ അവിടെ ടീച്ചറിനോട് അവൾ പഠിച്ച കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിച്ചു. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫ്രം ദ എർത്ത്. ഇത് നമ്മുടെ എർത്തിന്, ഭൂമിക്ക് വലിയൊരു പ്രോബ്ലമാണ്. ഹെർ ടീച്ചർ എക്സ്പ്ലെയിൻ. അവളുടെ ടീച്ചർ വിശദീകരിച്ചു. ബട്ട് ദെയർ ആർ സെർട്ടൈൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്. പക്ഷേ നമുക്ക് പല കാര്യങ്ങളും നമുക്കിതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. ലൈക്ക് പ്ലാന്റിങ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്. മരങ്ങൾ നട്ടുപിടിപ്പിച്ച് നമ്മുടെ പ്രകൃതിയെ നമുക്ക് സ്ട്രോങ് ആക്കിയെടുക്കാം. അപ്പം അവളുടെ ടീച്ചറിനോട് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ടീച്ചർ അതിനുള്ള മറുപടി പറഞ്ഞാണ്, ഭൂമിക്ക് ഇതൊരു വലിയ ഭീഷണിയായിട്ട് വരികയാണ്. നമുക്ക് പക്ഷേ ഇതിനു വേണ്ടി പല കാര്യങ്ങളും പല നടപടികളും നമുക്ക് എടുക്കാം. അതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യമാണ്, മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് എന്ന് ടീച്ചർ പറഞ്ഞു. ആസ് റെബേക്ക വാക്ക്ഡ് ഹോം ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് ഷീ സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക് ഫ്രം ഹെർ വാട്ടർ ബോട്ടിൽ. അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വളരെ ചൂടുള്ള ഒരു ദിവസമായിരുന്നു. അവൾ എന്ത് ചെയ്തു? അവിടെ വാട്ടർ ബോട്ടിലൊക്കെ തുറന്ന് വെള്ളം കുടിച്ചു. ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ്
തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ. അവളെന്താണ് അപ്പോഴും അതിനെപ്പറ്റി എന്താണ് മഴ കുറയുന്നു എന്നതിനെ പറ്റിയുള്ള ആ ഒരു ചിന്ത അവൾ വിട്ടില്ല. അവൾ അന്നേരം എന്താണ് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഹൗ ഇറ്റ് വാസ് എഫക്റ്റിംഗ് ദ എൻവറോൺമെൻറ്റ്. ഇതെങ്ങനെ ഈ നമ്മുടെ എന്താണ് പരിസ്ഥിതിയെ എഫക്റ്റ് ചെയ്യുന്നു എന്നവളിങ്ങനെ ചിന്തിക്കുകയാണ്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി. അവൾക്ക് അവളുടെ കമ്മ്യൂണിറ്റിയെ അവളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ അവൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. ദെൻ ഷീ ഗെറ്റ് ആൻ ഐഡിയ. അവൾക്ക് അന്നേരം എന്താണ് ഒരു ഐഡിയ കിട്ടി. അവളങ്ങനെ ചിന്തിക്കുമായിരുന്നു, തോട്ട് ചെയ്യുമായിരുന്നു ഇല്ലേ. അങ്ങനെ നിരന്തരമായിട്ട് അവൾ ചിന്തിച്ച് ലാസ്റ്റ് അവൾക്കൊരു ഐഡിയ കിട്ടി. എന്താ അത്? ഐ ഹാവ് ലേൺ സോ മച്ച് എബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. അവൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഷീ തോട്ട്, അവൾ ചിന്തിച്ചു. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവരി വൺ നോ അബൌട്ട് ദിസ് പ്രോബ്ലം. ഇത് മറ്റുള്ളവരിലേക്കും എന്താണ് അറിയിച്ചാൽ, മറ്റുള്ളവരെയും കൂടെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയിച്ചാൽ എന്താണ് ഈ പ്രോബ്ലത്തിനെ പറ്റി മറ്റുള്ളവരെയും കൂടെ അറിയിക്കണം. അതവരെ ഹെൽപ്പ് ചെയ്യും. ദെൻ ടുഗദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. എന്താണ് നമുക്ക് ഒരുമിച്ച് നിന്ന്, ടുഗദർ ഒരുമിച്ച് നിന്ന്, വി കുഡ് വർക്ക്, നമുക്ക് എന്താണ് ഇതിന് വേണ്ട ഈ ഒരു പരിസ്ഥിതിക്ക് ദോഷമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് അവൾ ചിന്തിച്ചു. അപ്പോൾ എന്താണ് ചുരുക്കം പറഞ്ഞാൽ അവൾ ഇതിനെപ്പറ്റി ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പഠിച്ച കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഇതിന് വേണ്ടിയ ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് അവൾ ചിന്തിച്ചു. അവൾ ചിന്തിച്ചെടുത്ത് ലാസ്റ്റത്തെ അവിടെ എന്താണ് സൊല്യൂഷൻ അതായിരുന്നു. ദ നെക്സ്റ്റ് ഡേ റെബേക്ക requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. അപ്പോഴെന്താണ് പിറ്റേ ദിവസം അവളുടെ ടീച്ചറോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു എന്തിനെപ്പറ്റി, എന്താണ് ഈ ചേഞ്ചിങ് വെതറിനെ പറ്റി, പിന്നെ മനുഷ്യൻ പ്രകൃതിക്കുണ്ടാക്കുന്ന നാശങ്ങളെയൊക്കെ പറ്റി ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാന്ന് ടീച്ചറിനോടായിട്ട് അവൾ പറഞ്ഞു. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗിവ് ദം എ ഡീറ്റെയിൽഡ് സെക്ഷൻ ആസ് റിക്വസ്റ്റഡ്. അപ്പോൾ അവിടെ ടീച്ചറിന് എന്താണ് അത് വളരെ സന്തോഷമായി ഇല്ലയോ, ഗ്ലാഡ്ലി സന്തോഷമായി. എന്നിട്ട് അവരെന്താണ് വളരെ ഡീറ്റെയിലായിട്ട് ആ സെക്ഷൻ, ആ ഒരു ചേഞ്ചിങ് വെതർ അല്ലെങ്കിൽ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിലായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് റബേക്ക സ്റ്റുഡ് അപ്പ്. അങ്ങനെ ആ ക്ലാസ്സിൻ്റെ അവസാനം അവൾ എഴുന്നേറ്റു. സ്റ്റുഡ് അപ്പ്, എഴുന്നേൽക്കുക. ഷീ ആസ്ക്ഡ് എവറി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പേരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. അപ്പം ടീച്ചറിൻ്റെ ക്ലാസ്സിൻ്റെ അവസാനം റബേക്ക എഴുന്നേറ്റ് നിന്നിട്ട് കുട്ടികളോടായിട്ട് എന്തു പറഞ്ഞു? നിങ്ങളെല്ലാവരും ഇതെന്ത് ചെയ്യണം, വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പേരൻസിനെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചതെന്നുള്ള കാര്യം വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പേരൻസിനും കൂടെ പഠിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. എവരി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻ വെയർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. എല്ലാവരുടെയും ചർച്ച എന്തായിരുന്നു? എങ്ങനെയാണ് മനുഷ്യർ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത്, എത്രത്തോളം ഈ പ്രകൃതിയെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ പറ്റിയായിരുന്നു എല്ലാ കുട്ടികളുടെയും ചർച്ച. അപ്പം നോക്കിയേ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ. വാട്ട് ഡിഡ് ദ റെബേക്ക ആസ്ക് എവറി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു? എന്തായിരുന്നു? റെബേക്ക ആസ്ക്ഡ് എവറി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു ഹോം ആൻഡ് ഈച്ച് ദെയർ പേരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ് ഇൻ ദ ക്ലാസ്. ഇല്ലയോ? എന്തായിരുന്നു അവൾ എല്ലാ കുട്ടികളോടും, അവളുടെ ക്ലാസ്സിലെ കുട്ടികളോടും എല്ലാവരോടും എഴുന്നേറ്റ് അവൾ എന്തായിരുന്നു പറഞ്ഞത്? എല്ലാ കുട്ടികളും ഈ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പേരൻസിനും കൂടെ പഠിപ്പിച്ച് കൊടുക്കണം എന്നായിരുന്നു അവൾ പറഞ്ഞില്ലയോ? പ്രകൃതിയെ മനുഷ്യൻ എത്രത്തോളം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഈ കാലാവസ്ഥ മാറ്റം അതുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റി വീട്ടിൽ ചെന്ന് എല്ലാ പേരൻസിനും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് അവൾ കുട്ടികളോട് പറഞ്ഞതില്ലേ. One day, the elders in her village held a meeting to talk with Rebecca about what could be done to help nature.
നോക്കിയേ, ഒരു ദിവസം ആ ഗ്രാമത്തിലെ എൽഡേഴ്സ്, മുതിർന്നവരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് വെച്ചു. അതിലേക്ക് റബേക്കായെയും വിളിച്ചു. അപ്പോൾ അവൾക്കിപ്പോൾ എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാം അല്ലയോ. അപ്പോൾ അവളെയും കൂടെ ആ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചിട്ട് അവളെയും കൂടെ ഇരുത്തിക്കൊണ്ട് അവർ ചർച്ച നടത്തി. എന്താണ് നമുക്കിനി ഈ നേച്ചറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്ന്, ഈ പ്രകൃതിക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് അവർ എന്താണ് അവിടെ ഒരു ചർച്ച നടത്തി. ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. ഈ പ്രോബ്ലം എന്താണ് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ല ഈ പ്രകൃതിയെ നമുക്ക് ഇനി എന്താണ് രക്ഷിച്ച് നേരെ കൊണ്ടുവരാം എന്ന് പറയുന്ന ആ ഒരു ഇതെന്താണ് വളരെ വലുതാണ് അല്ലേ. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ. നമുക്കെന്താണ് ഒരു ലെറ്റർ നമ്മുടെ കെനിയയുടെ പ്രസിഡൻറ്റിന് എഴുതാം. വൺ ഓഫ് ദ എൽഡേഴ്സ് സെഡ്. അതിലെ എന്താണ് വളരെ മുതിർന്ന ഒരാൾ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്താണ് നമ്മുടെ പ്രസിഡൻറ്റിന് ഒരു ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞു. ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലിവ് വിത്തൗട്ട് റെയിൻ. നമുക്കെന്താണ് മഴയില്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ലെന്ന് അതിൽ എഴുതാമെന്ന് പറഞ്ഞു. ദെൻ മേ ബി ഹി വിൽ ഇംപ്ലിമെൻറ്റ് ലോ ടു സ്റ്റോപ്പ് ഹാമിങ് നേച്ചർ. ഒരു പക്ഷേ എന്താണ് ഈ നേച്ചറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് എതിരെ അദ്ദേഹം പ്രസിഡൻറ്റ്, അവരുടെ കെനിയയുടെ പ്രസിഡൻറ്റ് അതിനെതിരെ എന്താണ് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള നിയമമൊക്കെ ഈ ലെറ്റർ കിട്ടിയാൽ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ അദ്ദേഹം നിയമം ഇറക്കും എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എന്താണ് കെനിയയുടെ പ്രസിഡൻറ്റിന് ലെറ്റർ എഴുതാമെന്ന് തീരുമാനമാക്കി. റബേക്ക took the letter and shared it with her classmates. They asked their family members to sign their name at the bottom to show their support. അങ്ങനെ റബേക്ക എന്താണ് അവളുടെ ഈ ലെറ്റർ അവളുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് അവിടെ ക്ലാസ്സിലെ കൂട്ടുകാരുടെ എല്ലാം ഫാമിലിയെ കൊണ്ട് എന്താണ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അപ്പം നമുക്കറിയാം, നമുക്ക് ഓരോ നിവേദനങ്ങളൊക്കെ മന്ത്രിമാർക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ധാരാളം ആളുകളുടെ കയ്യിൽ നിന്ന് എന്താണ് അതിൻ്റെ സൈൻ മേടിക്കും ഇല്ലയോ. അന്നേരം ആ നിവേദനത്തിന് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. അപ്പോൾ അതിന് വേണ്ടിയാണ് അവൾ അവിടെ ലെറ്റർ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുട്ടികളോടെല്ലാം മേറ്റ്സിനോടെല്ലാം പറഞ്ഞ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ട് എന്താണ് ഇതിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത് ഇല്ലയോ. ഇൻ നെയ്റോബി the president read the letter from the മസായി കമ്മ്യൂണിറ്റി. അപ്പം കെനിയയിൽ പ്രസിഡൻ്റ് ഇവിടെ ഇരിക്കുന്നത് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്താണ് പ്രസിഡൻറ്റ് റീഡ് ദ ലെറ്റർ ഫ്രം ദ മസായി കമ്മ്യൂണിറ്റി. ആ മസായി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലഭിച്ച ആ ലെറ്റർ റീഡ് ചെയ്തു. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ്. അദ്ദേഹത്തിന് എന്താണ് ഒരുപാടധികം ലെറ്റേഴ്സ് മസായി കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുകയുണ്ടായി. ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഇതുപോലുള്ള ലെറ്ററുകൾ ലഭിച്ചു. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്റ്റ് നേച്ചർ ഹി തോട്ട്. ഈ കെനിയയിലെ പ്രകൃതിയെ സംരക്ഷിക്കണം അതിനുവേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നെന്ന് അദ്ദേഹം ചിന്തിച്ചു ഇല്ലയോ. പ്രകൃതിയെ സംരക്ഷിക്കണം, കെനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രകൃതിയെ സംരക്ഷിക്കണം, അതിനുവേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. The president asked to countrymen to plant a tree outside their home. അങ്ങനെ അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട്, അവിടുത്തെ പൗരന്മാരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വീടുകളുടെ വാതിൽക്കൽ എല്ലാവരും ഒരു മരം നട്ടുപിടിപ്പിക്കാൻ എന്ന് അദ്ദേഹം അവിടുത്തെ കെനിയൻ പൗരന്മാരോട് പറഞ്ഞു. ഇൻ ദ മസായി കമ്മ്യൂണിറ്റിയിലെ ഓരോ പൗരന്മാരോടും അദ്ദേഹം പറഞ്ഞു. Everyone agreed to plant a tree outside their home. അങ്ങനെ എല്ലാവരും എഗ്രി ചെയ്തുകൊണ്ട് അവരുടെ വീടിൻ്റെ വാതിൽക്കൽ എല്ലാവരും ഒരു മരം നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. റബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗദർ ആൻഡ് പ്ലാന്റ് എ സീഡ്ലി. നോക്കിക്കേ, ആ റബേക്കയും അവളുടെ അമ്മയും ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് അവർ ഒരുമിച്ച് ഒരു പ്ലാന്റ് നട്ടു. ഇനി നോക്കിക്കേ, അവിടെയും രണ്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലേ. നോക്കിക്കേ,
What did the elders of the Maasai community write a letter to the president of Kenya? എന്താ അതിൻ്റെ ആൻസർ വരുന്നത്? The elders of Maasai community wrote a letter to the president of Kenya, remind him the importance of avoiding the climate change. ഇല്ലയോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഇൻസ്ട്രക്ഷൻ ഡിഡ് ദ പ്രസിഡൻറ്റ് ഗീവ് ഹിസ് കൺട്രിമാൻ ടു സേവ് നേച്ചർ? എന്താണ് ഇൻസ്ട്രക്ഷനാണ് അവിടുത്തെ രാജ്യത്തിൻ്റെ പൗരന്മാരോട് അദ്ദേഹം കൊടുത്തതെന്ന്? അപ്പോൾ അതെന്താണ്? സേവ് നേച്ചർ ഇല്ലേ? നോക്കിക്കേ, അതെന്താണ്? എന്ത് ഇൻഫർമേഷനാണ്, എന്ത് ഇൻസ്ട്രക്ഷനാണ് അദ്ദേഹം കൊടുത്തത്? ദ പ്രസിഡൻറ്റ് ആസ്ക് ഹിം കൺട്രിമാൻ ടു പ്ലാന്റ് ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം ഇല്ലയോ? എല്ലാവരുടെയും വീടിൻ്റെ വെളിയിലായിട്ട് എന്താണ് ഒരു പ്ലാന്റ്, ഒരു മരം നട്ടുപിടിപ്പിക്കണമെന്നാണ് അവിടുത്തെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇല്ലയോ? അറ്റ് റെബേക്ക സ്കൂൾ, റെബേക്കയുടെ സ്കൂളിൽ ദ പ്രിൻസിപ്പൽ ഹെൽഡ് ആൻ അസംബ്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. അവിടുത്തെ പ്രിൻസിപ്പള് അഡ്രസ്സ് ചെയ്തുകൊണ്ട്, കുട്ടികളെ അഭിമുഖീകരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞു? ഹി ആസ്ക്ഡ് റെബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. റെബേക്ക അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു. പ്രൊട്ടക്റ്റിംഗ് ദ എൻവറോൺമെൻറ്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവരി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ദൗത്യം ഏറിയ ഒരു ജോലിയാണ്. ആൻഡ് എവരി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. അതിനുവേണ്ടി ഈ ലോകം മുഴുവൻ നമ്മളെ സഹായിക്കും. ദ പ്രിൻസിപ്പൽ സെഡ്. ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്ക ഫോർ ഹെൽപ്പിംഗ് അസ് ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. പക്ഷേ നമുക്കിവിടെ ആർക്കാണ് താങ്ക്സ് പറയേണ്ടത്? നമ്മുടെ റബേക്ക കുട്ടിക്കാണ്. എന്തിനു വേണ്ടിയാണ് ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതിനെപ്പറ്റി നമ്മളെ കണ്ണ് തുറപ്പിച്ചത്? നമുക്കിതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ റബേക്ക അത് കൂടുതൽ പഠിച്ചു, അവൾ നമ്മളെല്ലാം കണ്ണ് തുറപ്പിച്ചു, പഠിപ്പിച്ചു. അതിനുവേണ്ടി അവൾക്ക് വലിയൊരു താങ്ക്സ് പറയണം. ഇമാജിൻ how beautiful the world would be if we all helped our community. ഇല്ലയോ? അദ്ദേഹം എന്താണ് പറയുന്നത്? വീണ്ടും അദ്ദേഹം തുടർന്നു. നമ്മൾ ഇമാജിൻ ചെയ്യൂ, എത്ര നല്ലതാണ്, എത്ര മനോഹരമാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത്. അദ്ദേഹം അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഇല്ലയോ? റെബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. അവൾക്ക് വളരെയധികം സന്തോഷമായി ഇല്ലേ? അവൾ ആഗ്രഹിച്ചതിലും വലിയ കാര്യങ്ങൾ അവൾക്ക് കിട്ടിയില്ലേ? അതുകൊണ്ട് അവൾക്ക് വളരെയധികം സന്തോഷമായി. ഷീ വോണ്ടഡ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. അപ്പോഴും അവൾ എന്താണ് അവിടെ നിന്ന് ചിന്തിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ അവൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, അവൾ എല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ചു. കെനിയയുടെ പ്രസിഡൻറ്റിന് ലെറ്റർ അയച്ചു. അദ്ദേഹം അങ്ങനെ മരങ്ങൾ നടണമെന്നൊക്കെ പറഞ്ഞു. അത്രയൊക്കെ ചെയ്തു. അത് മതിയോ? ഇനിയും പല കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഇല്ലേ? അങ്ങനെ അവൾ അവിടെ നിന്ന് അന്നേരം ചിന്തിക്കുന്ന അവൾക്കും അവളുടെ കൂട്ടുകാർക്കും ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നെക്സ്റ്റ് പ്രകൃതിക്കും അവിടെ കമ്മ്യൂണിറ്റിക്കും അവിടെ സമൂഹത്തിനും പ്രകൃതിക്കും ഒക്കെ വേണ്ടി ഇനി അവൾക്ക് അടുത്തത് ചെയ്യാൻ കഴിയുക എന്ന് അവൾ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്റ്റോറിയാണ് ഇല്ലയോ? ഇതൊരു മോറൽ സ്റ്റോറിയാണ്. നമുക്കെല്ലാവർക്കും പാഠമാണ്. നിങ്ങൾ കൊച്ചുകുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഇതൊരു പാഠമാണ്. പ്രകൃതിയെ നശിപ്പിക്കരുത്. അങ്ങനെ വന്നാൽ നമുക്ക് നിലനിൽപ്പില്ലാതെ വരും. മനുഷ്യരായ നമുക്ക് നിലനിൽപ്പില്ലാതെ വരും. നമ്മളും നശിച്ചു പോകും അതോടൊപ്പം. അതുകൊണ്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പ്രകൃതിയെയും സംരക്ഷിച്ച് പ്രകൃതിക്കൊപ്പം നമ്മൾ ജീവിച്ച് വരണം എന്നാണ് ഈ പാഠഭാഗം നമുക്ക് പഠിപ്പിക്കുന്നത് അല്ലേ? ഇനി നോക്കിയാൽ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാവേ. നോക്കിയേ. വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്ക സെഡ് ദ പ്രിൻസിപ്പൽ. വൈ? നോക്കിയേ, എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൾ അവൾക്ക് റബേക്കയ്ക്ക് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ പ്രിൻസിപ്പൽ wanted to thank Rebecca. The initiative is to plant
ട്രീസ് ടു പ്രൊട്ടക്റ്റ് എൻവിറോൺമെൻറ്റ് അല്ലേ? അവൾ എന്തിനു വേണ്ടിയാണ് ഇനിഷ്യേറ്റ് ചെയ്തത്? പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന കാര്യത്തിൽ അവൾ ഇനിഷ്യേറ്റ് എടുത്തു. അവൾ കൂടുതൽ മുൻതൂക്കം എടുത്ത് അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയില്ലേ? അതുകൊണ്ടാണ് അവൾക്ക് അദ്ദേഹം താങ്ക്സ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. റെബേക്ക ഫൗണ്ട് ഔട്ട് സെവറൽ റീസൺ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ആർ ദേ? അവൾ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമായ പല കാരണങ്ങളും കണ്ടെത്തിയായിരുന്നു ഇല്ലേ? അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ? റെബേക്ക ഫൗണ്ട് ഓഫ് സെവറൽ റീസൺ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ദാറ്റ് ആർ എന്തൊക്കെയായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, അവൾ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. എന്തൊക്കെയായിരുന്നു? കാർ, ബസ് ആൻഡ് എയറോപ്ലെയിൻ ആർ പൊല്യൂട്ടിങ് ദ എയർ. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ്ഡ് ടു മേക്ക് എ ബിൽഡിംഗ്. പിന്നെന്താണ്? ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു എന്ന് അവൾ കണ്ടെത്തിയുണ്ടായില്ലയോ? പിന്നെ നോക്കിയേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്റ്റ് നേച്ചർ. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ 2 കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനെന്ന്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലയോ? എന്തൊക്കെയുണ്ട് നമുക്കെന്ന് പറയാം. നമുക്ക് സേവ് ദ വാട്ടർ ബോഡീസ് എന്ന് പറയാം അല്ലയോ? വാട്ടർ ബോഡീസൊക്കെ സേവ് ചെയ്യുക. പിന്നെന്താണ്? ഡോണ്ട് കട്ട് ട്രീസ്, മരങ്ങൾ വെട്ടരുത്. അതേപോലെ ഡോണ്ട് ത്രൂ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ നശിപ്പിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അല്ലയോ? അപ്പം നമ്മുടെ പാഠഭാഗം തീർന്നിരിക്കുകയാണ്. ഇത് നല്ല ഒരു സ്റ്റോറിയാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന തോട്ട് തരുന്ന ഒരു പാഠഭാഗമാണ്. പിന്നെ ഇതിനകത്തെ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.